ഹലോ എവ്രിവൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പുട്ട് കോൾ പാരിറ്റി മെത്തേഡിനെ പറ്റിയൊക്കെ സംസാരിച്ചു. പുട്ട് കോൾ പാരിറ്റി റിലേഷൻഷിപ്പ്, പുട്ട് കോൾ പാരിറ്റി മെത്തേഡ് എന്നൊക്കെയാണ് ഞാൻ യൂഷ്വലി പറയുക. ബേസിക്കലി കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് BSOPM പ്രകാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദർ അതിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ദി അതർ വൺ കോൾ ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ്, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ്റെ പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്നും ഒരു വേരിയേഷൻ വരുന്നതാണ്. വേരിയേഷൻ ഇൻ ദ സെൻസ്, നമ്മൾ ആദ്യം പറഞ്ഞു ബ്ലാക്ക് സ്കോൾസിൻ്റെ ഓപ്ഷൻ പ്രീമിയം മോഡൽ എന്ന് പറയുന്നത് യൂറോപ്യൻ ഓപ്ഷൻസിനെ പറ്റിയിട്ടാണ്. അതേപോലെ തന്നെ അത് നോൺ ഡിവിഡൻഡ് പേയിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ലൈഫ് ടൈമിൻ്റെ ടൈമിൽ ആ അണ്ടർലൈങ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡിവിഡൻഡ് പേ ചെയ്യുന്നില്ല എന്ന ഒരു അസംഷനിലാണ്. പക്ഷേ ബ്ലാക്ക് സ്കോൾ ഓപ്ഷൻ പ്രൈസിങ് മോഡലിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയാവുന്നത് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നോൺ ഡിവിഡൻഡ് പേയിങ് മാത്രമല്ല, ഡിവിഡൻഡ് പേ കിട്ടുന്നതിൻ്റെയും നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് ഓപ്ഷൻ പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സോ ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ ആകെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ്റേത് നമ്മൾ, അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റേത് നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുകയെന്ന് വെച്ചോ. നമ്മൾ സ്റ്റോക്ക് എന്നുള്ളത് S0 എന്നുള്ള പ്രൈസിലായിരിക്കും അവൈലബിൾ ആയിട്ടിരിക്കുക. ഇത് കഴിഞ്ഞ് ഈ ഒരു നമ്മളൊരു എക്സ് പ്രൈസിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഈ പറയുന്ന എക്സ്പയറി ഡേറ്റ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്തുക. ഇതിനിടയിൽ എവിടെയോ ആണ് ഈ ഡിവിഡൻഡ് എന്നൊരു സംഭവം വരുന്നത്. സോ ഈ ഡിവിഡൻഡിൻ്റെ നമ്മൾ പ്രൈസ് കണ്ടുപിടിക്കാൻ നോക്കുന്നത് ഇതിൻ്റെ കറണ്ട് നമ്മുടെ ഇപ്പോഴത്തെ വാല്യൂ ആണ്. സോ ഫ്യൂച്ചർ വാല്യൂ ഉള്ള ഒന്നിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ അവിടെ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം, സോ ദാറ്റ് ഇസ് DPV, അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരണം. പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരാനായിട്ട് ജസ്റ്റ് നമ്മുടെ e⁻r(t) എന്നുള്ള വാല്യൂ വെച്ച് എത്രയാണോ ഡിവിഡൻഡ് ഉള്ളത് അതിനെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കത് കിട്ടും. ഇനി ഈ പറയുന്ന വാല്യൂ നമ്മുടെ എന്തിൽ നിന്ന് കുറയ്ക്കണം? സ്പോട്ട് പ്രൈസിൽ നിന്ന് ഈ വാല്യൂ നമ്മൾ ഇതുമായിട്ട് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനെ അഡ്ജസ്റ്റഡ് സ്പോട്ട് പ്രൈസ് എന്നാണ് പറയുക. ഈ അഡ്ജസ്റ്റഡ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് S0 മൈനസ് ഈ പറയുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് എന്നുള്ളത് മാത്രം ചെയ്താൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം രീതിയിൽ തന്നെയായിരിക്കും. ഒരേ ഇക്വേഷൻ നമ്മുടെ എന്താണ് ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ BSOPM പ്രകാരമുള്ള അല്ലെങ്കിൽ പുട്ട് കോൾ പാരിറ്റി പ്രകാരമുള്ള ഇക്വേഷൻസ് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ആകെ ചെയ്യുന്നത് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സംഭവം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിലെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ e⁻r(t) എന്നുള്ളത് ഡിവിഡൻറ്റിൻ്റെയാണ്. റിസ്ക് ഫ്രീ റേറ്റ് സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഈ T എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, അവിടെ സ്മോൾ ലെറ്റർ T ആണ്. കാരണം ക്യാപിറ്റൽ T നമ്മൾ ഓൾറെഡി ഓപ്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്മോൾ ലെറ്റർ T എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആയിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ഡേ മുതൽ എന്നാണ് ഡിവിഡൻഡ് കിട്ടുന്നത് എന്നതിൻ്റെ ആ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. S0 = 90, K എന്ന് പറയുന്നത് 80, റിസ്ക് ഫ്രീ റേറ്റ് 0.08, വോളറ്റൈലിറ്റി എന്ന് പറയുന്നത് സിഗ്മ 0.23, നമ്മുടെ ഇതെന്ന് പറയുന്നത് 6 months. ഈ ക്യാപിറ്റൽ T ആണെങ്കിലും സ്മോൾ T ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ക്യാപിറ്റൽ T ആണ് ഇത് മന്തിലാണ് തന്നേക്കുന്നുണ്ടെങ്കിൽ വി നീഡ് ടു കൺവേർട്ട് ഡിവൈഡഡ് ബൈ 12 വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഡെസിമൽ ഫോമാറ്റിലാക്കണം. ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ 365 ഡേയ്സ് വെച്ചിട്ട് ഇത് ചെയ്യണം. വീക്സ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏത് രീതിയിലാണോ അത് നമ്മൾ ഡെസിമൽ ഫോമാറ്റിലേക്ക് മാറ്റുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ
ഒരു ഇത് പറയുന്നുണ്ട് 5 രൂപ 3 മാസത്തിന് ശേഷം 3 months from now 3 months from now rupees 5 is expected as dividend. ഇന്നേക്ക് 3 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിലെ നമ്മുടെ ഈ ടി എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ടി ആയിട്ട് എഴുതിയേക്കുന്നത് ഇവിടെയാണ് ആക്ച്വലി ടി. ഈ ഡിവിഡൻഡ് കിട്ടുന്ന പീരീഡാണ് നമ്മുടെ സ്മോൾ ടി എന്ന് പറയുന്നത്. അപ്പോൾ 3 മാസത്തിന് ശേഷം ഇവിടെ എന്ത് വരുന്നുണ്ട്? 5 രൂപ ഡിവിഡൻഡ് ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ പ്രകാരം എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ആ ഡിവിഡൻഡിൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 5 രൂപ, ടി എന്ന് പറയുന്നത് 3 മാസം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ദാറ്റ് ഈസ് 3/12. ഓക്കെ, ഇനി അത് നമ്മൾ വെച്ചേക്കാം, ഇങ്ങനെ ആയിട്ട് ചെയ്ത് വെച്ചേക്കാം. ഡെസിമലിലേക്ക് പെട്ടെന്ന് മാറ്റണ്ട. ചിലതിൽ നമുക്ക് ഡെസിമൽ ഇടുന്നതായിരിക്കും ബെറ്റർ, ചിലതിൽ ഫ്രാക്ഷനായിട്ട് തന്നെ ഇടുന്നതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് നോക്കാം. ഡി പി വി എന്ന് വരുമ്പോൾ ഇറ്റ് വിൽ ബി ഡി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ടി എന്നാണ് വരിക. അപ്പോൾ 5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0.08 ഇൻറ്റു 3/12 എന്ന് വരും. ഓക്കെ, ഇനി അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 3/12ൻ്റെ ഇത് ചെയ്യുക. നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 5 ഇൻറ്റു 0.9802 = 4.90. അതായത് അന്നേ ദിവസം 5 രൂപയുള്ള 3 മാസം കഴിഞ്ഞ് 5 രൂപ കിട്ടുന്നത് ഇന്ന് അതിൻ്റെ വാല്യൂ 4 രൂപ 90 പൈസയാണ്. ഇനി ബാക്കിയുള്ള ഇക്വേഷനിൽ അപ്പോൾ ഈ പറയുന്ന 4.90ൽ നമ്മളിനി അഡ്ജസ്റ്റഡ് എന്ത് ചെയ്യണം? S0 കണ്ടുപിടിക്കണം. S0 90 ആണ്. അഡ്ജസ്റ്റഡ് S0 എന്ന് പറയുന്നത് ഈ 90ന്ന് 4.90 കുറച്ചാൽ മതി. അതാണ് ഈ S0 മീൻസ് ഡി പി വി എന്ന് പറയുന്നത്, വിച്ച് യു വിൽ ഗെറ്റ് ആസ് 85.10. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ 85.10 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ, ബാക്കി അതേപോലെ തന്നെ അങ്ങ് ചെയ്ത് പോയാൽ മതി. ഇനി മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മിക്കവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ലോഗരിതത്തിൻ്റെയോ അല്ലെങ്കിൽ എക്സ്പൊണൻറ്റിൻ്റെയോ വാല്യൂ തന്നിട്ടുണ്ടാവുന്നത് ടേബിൾ ഉണ്ടാവില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഇക്വേഷൻ നമ്മളെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചോ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോൾ ഓപ്ഷൻ ഇസ് ഈക്വൽ ടു S0 n of d1 മൈനസ് k ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ടി ഇൻറ്റു n of d2. ഇത് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം D1ഉം D2 ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ D1ലെ ഇക്വേഷൻ വുഡ് ബി നാച്ചുറൽ ലോഗ് ഓഫ് S0/K പ്ലസ് R പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ 2 ഇൻറ്റു ടി ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ ഇൻറ്റു റൂട്ട് ടി. ഇത് മാറിപ്പോലെ കേട്ടോ, ഇത് മിക്കവാറും ഇതിൽ ഒരു മിസ്റ്റേക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ D2 ഒഴിക്കട്ടെ. ഇതിൻ്റെ ഇത് നമുക്ക് ഫർദർ എടുക്കുമ്പോൾ ലോഗ് ഓഫ് 85.10 ഡിവൈഡഡ് ബൈ 80 പ്ലസ് 0.08 പ്ലസ് 0.23 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 0.5 the whole divided by 0.23 ഇൻറ്റു റൂട്ട് ഓഫ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് ഏതാണ് 6 months എടുത്തേക്കുന്നത്. അപ്പോൾ 0.5 ഉണ്ട്, 6/12ൻ്റേത് 0.5ൻ്റെ റൂട്ട് എടുത്തിരുന്നാൽ മതി 0.5. ഇതിൽ ആൻസർ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ രീതിയിൽ കിട്ടും. പ്ലസ് 0.0523 ഡിവൈഡഡ് ബൈ 0.1626 എന്ന് കിട്ടും. ഇവിടെ ഒരു ഇഷ്യൂ, ഈ വാല്യൂ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ലോഗ് ഓഫ് നാച്ചുറൽ ലോഗ് ഓഫ് 1.0638 എന്നുള്ള സംഭവം, ഈ സാധനത്തിനൊരു പ്രശ്നമുണ്ട്.
അതായത് നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂ ഉണ്ടാവില്ല. നമുക്കുണ്ടാവുന്നത് 1.06ൻ്റെ വാല്യൂ ഉണ്ടാവും, 1.0 നാച്ചുറൽ ലോഗ് ഓഫ് 1.06ൻ്റെ വാല്യൂ ഉണ്ടാവും, നാച്ചുറൽ ലോഗ് ഓഫ് 1.07ൻ്റെ വാല്യൂ ഉണ്ടാവും. ഇതിനിടയ്ക്കാണ് ഇത് വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ഡിഫറൻസ് ഈ പറയുന്ന 3.8 ആണല്ലോ, ആ വാല്യൂ നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപ് എന്താണ് ഈ നാച്ചുറൽ ലോഗ്? നമ്മൾ ഇത്രയും നാൾ ലോഗ് LOG ലോഗ് ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് എന്ന് പറയുന്ന സംഭവം എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ ജനറലി ഈ ലോഗ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് ടു ദ ബേസ് ഓഫ് 10 ആണ് ലോഗ് എക്സ് എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനം ഒന്നുമില്ല, ലോഗ് ഓഫ് എക്സ് ടു ദ ബേസ് ഓഫ് ഇ ആണ്. അതായത് 10ന് പകരം ബേസ് ഇ ആയിരിക്കും. അതിനാണ് നാച്ചുറൽ ലോഗരിതം എന്ന് പറയുക. ഇനി സപ്പോസ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ക്ലാസ് ടേബിളിൽ ഈ നാച്ചുറൽ ലോഗരിതം ഇല്ലെന്ന് വിചാരിക്കാം. ഒരു പ്രശ്നമില്ല, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നത്. ഇതിന് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഈ ലോഗരിതം ടേബിളിൻ്റെ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ടു ദ ബേസ് 10ൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ അതുമായിട്ട് ജസ്റ്റ് 2.3026 ഈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നാച്ചുറൽ ലോഗ് കിട്ടും. സോ സ്കിപ്പിംഗ് ടു അവർ പ്രോബ്ലം, നമ്മുടെ 1.06ൻ്റേത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോട്ടെ, ലോഗരിതം ടേബിൾ എടുക്കുക. അപ്പോൾ ഇതിൽ നാച്ചുറൽ ലോഗ് എന്നുള്ള ഒരു സാധനം നമുക്ക് കാണാം. അതാണ് കണ്ടോ, ബേസ് ഇ ആണ്. അതാണ് ഞാനിവിടെ പറഞ്ഞത്, ഇതിൻ്റെ ലോഗ് ബേസ് ഇ ആണെന്നുള്ളത്. അപ്പോൾ ഈ നാച്ചുറൽ ലോഗരിതത്തിൽ നമുക്ക് 1.06ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 1.06ൻ്റെ വാല്യൂ ഇതാ ഇവിടെ ഉണ്ട്. 1.06ൻ്റെ വാല്യൂ ഉണ്ട്, ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. 1.06ൻ്റെ വാല്യൂ 0.0527 0.06766 ആണ് ഇതിൻ്റെ വാല്യൂസ്. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് ജസ്റ്റ് ഇവിടേക്ക് എടുത്തെഴുതാം. അപ്പോൾ 1.06ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.05827, 1.07ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.06766. ഇത് വേണമെങ്കിൽ റൗണ്ടൊക്കെ ചെയ്ത് എഴുതാം കേട്ടോ, നമുക്ക് 4 ഡിജിറ്റ്സിലേക്ക്. ഇത് ഫുള്ളായിട്ട് ഉള്ളത് ഇരിക്കുന്നതാണ് ബെറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ലോഗ് ഓഫ് 1.0638 ആണ്. അപ്പോൾ ഇതിനുള്ള ഇൻ്റർപോളേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ സ്മോളർ വാല്യൂ എന്ന് പറയാം, ഇതാണ് ലാർജർ വാല്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ഏതിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോഗരിതം ആണെങ്കിലും എക്സ്പൊണൻ്റ് ടേബിൾ ആണെങ്കിലും നിങ്ങൾക്ക് ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സ്പൊണൻസ് ടേബിളിൽ ഇതുപോലെ ഇൻ ബിറ്റ്വീൻ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ആദ്യം ഇതിൻ്റെ സ്മോൾ വാല്യൂ ഏതാണെന്ന് നോക്കുക, അതിൻ്റെ ലാർജർ വാല്യൂ ഏതാണെന്ന് നോക്കുക. അത് സ്മോളർ വാല്യൂ ഹയർ വാല്യൂ എന്നും ചിലപ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ലോവർ വാല്യൂ ഹയർ വാല്യൂ എന്നാണ് ജനറലി ഇത് പറയുന്നത്. ഓക്കെ, എനിവേ യു ഗെറ്റ് ദ പോയിൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എത്രേ ഉള്ളൂ, ലോവർ വാല്യൂ പ്ലസ് ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഇപ്പോൾ 38 ഡിഫറൻസ്. ഈ 38 നിങ്ങളിവിടെ ഡെസിമൽ ഒന്നും നോക്കണ്ട, എത്രയാണോ ഡിഫറൻസ് അതിന് തൊട്ട് മുമ്പ് ഒരു ഡെസിമൽ ഇടുക. അപ്പോൾ ആ ഡിഫറൻസ് ഇൻറ്റു ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ, ഇത്രേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഇതിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് ലോവർ വാല്യൂ എത്രയാണ്, 0.0587 പ്ലസ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 38. അപ്പോൾ 38 അതിൻ്റെ മുമ്പ് ഒരു പോയിൻ്റ് ഇടുക, അത് കഴിഞ്ഞിട്ട് ഇൻറ്റു ഇതിന് ഹയർ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 0.06766 മൈനസ് 0.05827 ഇതങ്ങ് എടുക്കുക. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.05827 പ്ലസ് ഇത് കുറച്ച് കഴിയുമ്പോൾ 0.0035682 and you will arrive
ആൻ ആൻസർ ഓഫ് 0.06184. ഇതാണ് ആ വാല്യൂ. ഈ വാല്യൂ ആണ് എന്തിന് വരിക, നമ്മുടെ ഈ വാല്യൂവിന് വരിക. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബാക്കിയുള്ളത് നമുക്ക് സോൾവ് ചെയ്യാവുന്നുള്ളൂ. ഇനി ഫർദർ ഈ പ്രോബ്ലം ചെയ്ത് പോകുമ്പോൾ ഇതേപോലെ തന്നെ ഈ ഇപ്പം നമ്മൾ പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇതേപോലെ തന്നെ നമുക്ക് ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വരും. ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ n ഓഫ് d1ഉം n ഓഫ് d2ഉം കണ്ടുപിടിക്കണം. ഇതിൽ നമ്മുടെ n ഓഫ് d1 നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി n ഓഫ് 0.7077 എന്നുള്ള വാല്യൂ ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ലോഗിൻ്റെ ക്യുമുലേറ്റീവ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ രണ്ടും ഉണ്ട്. പോസിറ്റീവ് ഉള്ള വാല്യൂസും ഉണ്ട്, നെഗറ്റീവ് ഉള്ള വാല്യൂസും ഉണ്ട്. അപ്പോൾ ഗ്രേറ്റർ ദാൻ എക്സ് ആണ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ 0.7077 നമുക്ക് വേണ്ടത്. അപ്പോൾ 0.70 ഉണ്ട്, 0.707 ഉണ്ട്. 0.70 ഉണ്ട്, 0.707 ഉണ്ട്. പ്രശ്നം നമുക്ക് 0.7077 ആണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 0.70 ഇവിടെ 0.707 അല്ല കേട്ടോ, ഇത് 0.77 ആണ്. ഓക്കെ, മൈ മിസ്റ്റേക്ക്. 0.70 ഇവിടെ ഈ 7 ഉള്ളത് 0.70യും ഇതും ആഡ് ആകുമ്പോൾ 0.77 ആണ് നമുക്കിവിടെ ഉള്ളത്. നമുക്ക് വേണ്ടത് 0.7077. അപ്പോൾ ഈ 0.70യുടെ വാല്യൂ ഇവിടെ ഉണ്ട്, 0.7580 എന്നുള്ള വാല്യൂ ഉണ്ട്, 0.80യുടെ വാല്യൂ ഉണ്ട്, 0.7881 എന്നുള്ള രണ്ട് വാല്യൂസ് ഉണ്ട്. ഇതിനിടയിലുള്ള 0.70ക്കും 0.80ക്കും ഇടയ്ക്കുള്ള വാല്യൂ ആണ് നമ്മൾ ഇവിടെ അപ്പം കണ്ടുപിടിക്കേണ്ടത്. 70യും 80യും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഈ വാല്യൂസിൽ 70 ഉണ്ട്, 71 ഉണ്ട്. കണ്ടോ, ഇതെന്ന് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ 70യും ദെൻ 71 ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കട്ട് ഷോട്ട് ചെയ്യാം. ഈ 70ക്ക് 80ക്ക് ഇടയ്ക്ക് എടുക്കണ്ട. ഇതാണ് 0.70, ഇത് 0.71 ആണ്. അപ്പോൾ ഈ 71ലുള്ള വാല്യൂ ഇത് രണ്ടും തമ്മിൽ ഇടയ്ക്കുള്ള വാല്യൂ എടുത്താൽ മതി. സോ നമ്മളിവിടെ എടുക്കുക 0.70, n ഓഫ് 0.70 നമുക്കറിയാം, n ഓഫ് 0.71 എനിക്കറിയാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതേ ഇക്വേഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ 77 ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.77 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ 0.70യുടെ വാല്യൂ വിൽ ബി 0.7580 പ്ലസ് ഇതാണ് ഡിഫറൻസ് ഇൻറ്റു ഇതിൻ്റെ ഹയർ വാല്യൂ ഇതാട്ടോ 0.7580, കൺഫ്യൂഷൻ ആവണ്ട, ഈക്വൽ ടു ദെൻ 0.7611. ആ വാല്യൂസാണ് നമ്മളിവിടെ കണ്ടത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് 70ക്ക് 80 ഉള്ള വാല്യൂ ആണ്. പക്ഷെ അതേപോലെ തന്നെ നമുക്കതേ ഇവിടെ നമുക്ക് 70യും 71 ഉണ്ട്. ഇതാണ് 71, ഇത് 72, ഇത് 73. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഷോർട്ടർ ആയിട്ടുള്ളതാണ് ഇത്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കുക കേട്ടോ, പക്ഷെ അതിനേക്കാൾ എളുപ്പമാണ് ഈ പറയുന്ന ഡിഫറൻസ് ചെറുതായിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ 0.7611 മൈനസ് 0.7580 എന്നുള്ളത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കതിൻ്റെ ആൻസർ യു വിൽ ഗെറ്റ് എസ് 0.7604. ഇതാണ് നമുക്ക് ഈ പറയുന്ന ഇൻ്റർപൊളേഷൻ എന്നുള്ള പരിപാടിയിൽ നമുക്ക് ചെയ്യാൻ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിൽ ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് എന്താണ്, എത്ര മാർക്കുണ്ട്, എസ് എ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പുട്ട് കോൾ പാരിറ്റി വെച്ചിട്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുകയോ അങ്ങനെ ഉള്ള പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അതങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ വരുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക്സ് അപ്രോക്സിമേഷൻ എന്നൊരു സംഭവമുണ്ട്.
ബ്ലാക്ക്സ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, നമ്മുടെ BSOPM എന്ന് പറയുന്നത് എന്തിനെ യൂസ് ചെയ്തിട്ടാണ്? യൂറോപ്യൻ ഓപ്ഷൻസിനെ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യൂറോപ്യൻ നോൺ ഡിവിഡൻഡ് പേയിങ് ആയിട്ടുള്ള സ്റ്റോക്ക് അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള തന്നെ പ്രൈസ് കണ്ടുപിടിക്കാനായിട്ടുള്ള തന്നെയാണ് യൂറോപ്യൻ മാത്രം എടുക്കുന്നുള്ളൂ, അമേരിക്കൻ ഓപ്ഷൻസ് എടുക്കാനുള്ളതാണ്. പക്ഷേ BSOPMൻ്റെ ഏറ്റവും എന്താണ് ഒരു വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിവിഡൻഡ് പേ ചെയ്യുന്നതാണ് നോൺ ഡിവിഡൻഡ് പേയിങ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ചെയ്തതാണ് നമുക്ക് ഡിവിഡൻഡ് പേയിങ് ആയിട്ടുള്ള അണ്ടർലൈങ് സ്റ്റോക്ക് അണ്ടർലൈൻ ചെയ്യുന്ന ഓപ്ഷൻസിൻ്റെ പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അമേരിക്കൻ ഓപ്ഷൻസിൻ്റെ പ്രൈസും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ജസ്റ്റ് ഒരു സിമ്പിൾ ലോജിക്ക് യൂസ് ചെയ്താൽ മതി. അതിൻ്റെ ലോജിക്ക് എത്രേ ഉള്ളൂ, അമേരിക്കൻ ഓപ്ഷനും യൂറോപ്യൻ ഓപ്ഷൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെച്യൂരിറ്റി ഡേറ്റിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അമേരിക്കൻ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എനി ടൈം എപ്പോൾ വേണമെങ്കിലും ഇൻക്ലൂഡിങ് മെച്യൂരിറ്റി ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നൊരു കാര്യം, അമേരിക്കൻ കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് കൂടുതലും ഇതിൻ്റെ വാല്യൂവിൻ്റേത് ഈ എക്സ്പയറി ഡേറ്റിനോട് അടുക്കും തോറും ഇതിന് എന്താണ് ഒരു നേരത്തെ തന്നെ ഇത് ഏർലി ആയിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ഉള്ള സാധ്യത കുറവാണ്. It's because all options have time value and are usually worth more unexercised. So, holders who wish to realize the full value of their options and to capitalize the favorable price movements in future will hold them till expiration date. അതുകൊണ്ട് യൂറോപ്യൻ ആണെങ്കിലും അമേരിക്കൻ ഓപ്ഷൻ ആണെങ്കിലും ഇത് രണ്ടും നോൺ ഡിവിഡൻഡ് പേയിങ് ആണെങ്കിൽ ഇത് രണ്ടും എപ്പോഴേ ഇത് ചെയ്യുള്ളൂ, നമ്മുടെ മെച്യൂരിറ്റി ഡേറ്റിൽ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റിലാണ് എന്ത് ചെയ്യുള്ളൂ, എക്സസൈസ് ചെയ്യുള്ളൂ. അതപ്പോൾ കോൾ ഓപ്ഷൻ ആണെങ്കിലും അതെ, പുട്ട് ഓപ്ഷൻ ആണെങ്കിലും അതെ. ഇനി രണ്ടാമത്തെ കേസ് അമേരിക്കൻ ഓപ്ഷൻ തന്നെ ഡിവിഡൻഡ് പേയിങ് ഓപ്ഷൻ ആണെങ്കിലോ, ഡിവിഡൻഡ് പേയിങ് ഓപ്ഷൻ ആകുമ്പോൾ ഈ ലോജിക്കിൽ ചെറിയൊരു വ്യത്യാസം വരും. ഇതിലാകെ വ്യത്യാസം ഇത്രേ ഉള്ളൂ, ഈ ഡിവിഡൻഡ് എന്നുള്ള സാധനം ഇപ്പം നമുക്ക് രണ്ട് കാര്യങ്ങളുള്ളത്. നമുക്ക് കോൾ ഓപ്ഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും, നമുക്ക് പുട്ട് ഓപ്ഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ടു ബൈയും പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ടു സെല്ലുമാണ്. ഇതിലെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് മാറിപ്പോകാണ്ടിരിക്കാൻ ഇത്രേ ഉള്ളൂ. ഒരു ലേലം വിളി ആലോചിക്കുക. നമ്മൾ ലേലം വിളിച്ചാണ് വാങ്ങിക്കുന്നത്, നമ്മൾ ലേലത്തിൽ വിൽക്കാൻ വേണ്ടി അവിടെ ലേലത്തിൽ വെക്കുന്നു. വി പുട്ട് ഇറ്റ് ടു സെൽ ആൻഡ് വി കോൾ ഇറ്റ് ടു ബൈ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷനിലും കോൾ ഓപ്ഷൻ എന്ന് വെച്ചാൽ റൈറ്റ് ടു ബൈ ആണ്. റൈറ്റ് ടു ബൈ എന്ന് പറയുമ്പോൾ ഈ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആഫ്റ്റർവേർഡ്സ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് അങ്ങ് കുറയും. സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ടെങ്കിലും ഇവിടെ ഡിവിഡൻഡ് കിട്ടുന്നു എന്നുള്ള ഒരു കൺസിഡറേഷൻ കൂടിയുണ്ട്. So, for an American option, it may be beneficial to exercise the option prior to expiration, that is just before dividends. കാരണം കോൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ the owner of the call will be entitled to dividend payments that they would not have otherwise received, and also on the payment of dividend, the stock price would decline and reduce the value of the call option. കോൾ ഓപ്ഷനിലെ വാല്യൂ അവിടെ റെഡ്യൂസ് ചെയ്യും എന്ത് പറ്റുമ്പോൾ, ഈ സ്റ്റോക്ക് പ്രൈസ് ഡിഡക്റ്റഡ് ആകുമ്പോൾ. അപ്പോൾ അവിടെ ഡിവിഡൻഡ് കിട്ടുന്ന ഒരു ആസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ ഡിവിഡൻഡ് കിട്ടുന്നതിൻ്റെ ജസ്റ്റ് ബിഫോർ റിസീവിങ് ഡിവിഡൻഡ് കിട്ടുന്ന തലേ ദിവസമോ അങ്ങനെയായിരിക്കും ഇവരെന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൃത്യമായിട്ടൊരു ഡേറ്റ് കിട്ടിയാൽ നമ്മുടെ എന്ത് വ്യക്തമായി, ടി എന്നുള്ള വാല്യൂ അവിടെ വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ അതാണ് അത്രേ ഉള്ളൂ. യൂറോപ്യനിൽ നമുക്ക് ഈ ടി എന്ന് പറഞ്ഞാൽ വാല്യൂ കിട്ടുക എന്നുള്ളതാണ്. അമേരിക്കനിൽ അത് എന്ന് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതുകൊണ്ട് നമുക്കതിൽ സംശയം വരും.
അപ്പോൾ ഇവിടെ ടി എന്ന് ഞാൻ വാല്യൂ എന്തായാലും കിട്ടും. ഇനി നേരെ മറിച്ച് നമ്മുടെ പുട്ട് ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇതേ കാര്യം തന്നെ, പക്ഷേ അവർ ഈ ഡിവിഡൻഡ് റിസീവ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് കുറയും. അപ്പോൾ ഇവരുടെ ആവശ്യം എന്താ? റൈറ്റ് ടു സെല്ലാണ്. അപ്പോൾ ഈ റൈറ്റ് ടു സെല്ലിൻ്റെ ഒരു ആസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ഇവർ ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക? വിൽക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ പറയുന്ന ഓപ്ഷൻ്റേത് ഇറ്റ് വിൽ ബി ജസ്റ്റ് ആഫ്റ്റർ റിസീവിങ് ഡിവിഡൻഡ്. എക്സ് ഡിവിഡൻഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക, ബട്ട് ബിഫോർ എക്സ്പിറേഷൻ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഈ സംഭവത്തിന് വിലയില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഇനി ഈ എക്സ്പിറേഷൻ ഡേറ്റിലെ ഡിവിഡൻഡ് ഈ പറയുന്ന, അപ്പോൾ ഞാൻ കുറേ പറഞ്ഞിങ്ങനെ കാട് കയറിപ്പോയി, എന്നാലും ഇതിലെ ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ബേസിക്കലി ഈ ബ്ലാക്ക്സ് അപ്രോക്സിമേഷൻ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എൻ ഇംപ്രൂവ്മെൻറ്റ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഓവർ BSOPM for valuing or pricing the American style options on dividend paying stocks. ഇതാണ് ഇതിൽ ബേസിക്കലി ബ്ലാക്ക്സ് അപ്രോക്സിമേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് ഇങ്ങനെയാണ് ബേസിക്കലി പറയുക. അതിൽ ശരിക്കും ബ്ലാക്ക്സ് അപ്രോക്സിമേഷൻ ശരിക്കും പറയുന്നത് അമേരിക്കൻ സ്റ്റൈല് കോൾ ഓപ്ഷനാണ് ശരിക്കും പറയുക. പുട്ട് ഓപ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബട്ട് ബേസിക്കലി ഇത് വരുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് അപ്രോക്സിമേഷനിൽ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കാര്യം നമുക്ക് ഏതാണ്ട് തീരുമാനമായി. കോൾ ഓപ്ഷനിൽ ഇതെങ്ങനെ വരുന്നു എന്നുള്ളതിനെപ്പറ്റി കണ്ടുപിടിക്കുന്ന ഇത്രേ ഉള്ളൂ. അവർ 2 പ്രൈസുകൾ കണ്ടുപിടിക്കും. ദേ വിൽ ഫൈൻഡ് 2 പ്രൈസസ്. ഈ പ്രൈസ് എന്ന് പറയുന്നത് ദേ വിൽ ഫൈൻഡ് ആൻ ഓപ്ഷൻ that matures at the expiration date of the actual option contract. അതായത് ബേസിക്കലി ആ ഡേറ്റിലുള്ള ഒരു യൂറോപ്യൻ ഓപ്ഷൻ്റെ പ്രൈസ് നോക്കും. അത് നമുക്ക് ഓൾറെഡി BSOPM വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ വാല്യൂ. രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓപ്ഷൻ മെച്യൂറിങ്, അതായത് ഈ നമ്മുടെ ടി എന്നുള്ള ഡേറ്റ് ഏത് വരും? നമ്മളിത് പറഞ്ഞ പോലെ ഈ ജസ്റ്റ് ബിഫോർ റിസീവിങ് ഡിവിഡൻഡ്, ജസ്റ്റ് ബിഫോർ റിസീവിങ് ഡിവിഡൻഡ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നത് എന്തായിരിക്കണം? ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദി ഓപ്ഷൻ ആയിരിക്കണം. ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദി ഓപ്ഷൻ. അല്ലാതെ ഓപ്ഷൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞിട്ട് ഡിവിഡൻഡ് കിട്ടുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ബേസിക്കലി ഇതിൽ 2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക്സ് അപ്രോക്സിമേഷൻ as based on the principle that the only time that is rational to exercise an American option is only prior to the expiry date, but just before. എക്സ്പയറിക്ക് മുമ്പ് എന്തായാലും ചെയ്യണം, അല്ലെങ്കിൽ അതിന് വാല്യൂ പോയി. ബട്ട് ജസ്റ്റ് ബിഫോർ റിസീവിങ് ദ ഡേറ്റ്, ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതാണ് BSOPM പറ്റി ബേസിക്കായിട്ട് നമുക്ക് പഠിക്കേണ്ട, കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആ ഫോർമുല BSOPM പഠിക്കുക. അതേപോലെ തന്നെ അതിൽ ഡിവിഡൻഡിൽ ഉണ്ടെങ്കിൽ എങ്ങനെ വേരിയേഷൻ വരുന്നു എന്ന് നോക്കുക. നാച്ചുറൽ ലോകം പ്രത്യേകിച്ച് ഈ ഇൻ്റർപൊളേഷൻ എന്നുള്ള കാര്യമൊക്കെ എപ്പോഴും ഈ ഒരു കൈൻഡ് ഓഫ് എക്സാംസിൽ ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും നമുക്ക് ആ ഇൻ ബിറ്റ്വീൻ വാല്യൂസ് ഏത് കൈൻഡ് ഓഫ് ക്ലാസ് ടേബിൾ ഇതിലുള്ള ഓൾമോസ്റ്റ് മിക്ക കൈൻഡ് ഓഫ് ടേബിൾസും നാച്ചുറൽ ലോകമാവട്ടെ, എന്താണ് നമ്മുടെ ഈയുടെ പവർ EF(x) e⁻x എന്നുള്ള അല്ലെങ്കിൽ e⁻−x എന്നുള്ള വാല്യൂസ് ആവട്ടെ, അതിനൊക്കെ ഇൻ്റർപൊളേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് എല്ലാവരും നോക്കുക. ഓക്കെ, താങ്ക് യു.